എന്നുള്ളം നിന്നില ആഴമാം വിശ്വാസത്താ ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ. എന്നുള്ളം നിന്നില ആഴമാം വിശ്വാസത്താ ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരുന്നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനമാണ് കർത്താവിന്റെ ദാസൻ ആശിഷിലൂടെ നാം കേട്ടത്. ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായിരുന്ന, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ജെവി പീറ്റർ സാർ എഴുതിയ മനോഹരമായ വരികളും മനോഹരമായ സംഗീതവും. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. വാസ്തവത്തിൽ അതല്ലേ നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ. തിന്മയൊന്നും ചെയ്യാത്ത, നന്മ മാത്രം ചെയ്യുന്ന നമ്മുടെ ദൈവം. പിശാച് നമ്മുടെ ജീവിതത്തിൽ, ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്തതും നമുക്ക് നന്മയ്ക്കാക്കുന്നവനാകുന്ന ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാം കേട്ട വരികളിൽ ഇങ്ങനെയല്ലേ നാം കേട്ടത്? അവൻ ഉടയ്ക്കും, അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോൽ. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായത്തിൽ യഹോവയാകുന്ന ദൈവം ഇങ്ങനെ യിരെമ്യാവിനോട് പറയുന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്റെ മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി. യിരെമ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് പോകണം, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് ഞാൻ അവിടെ നിനക്ക് കാണിച്ചു തരും. യിരെമ്യാവ് ആ കുശവന്റെ ശാലയിൽ ചെല്ലുമ്പോൾ കുശവൻ ഒരു ചക്രത്തിൽ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയായിരുന്നു. ആ പാത്രം പാതി വഴിയിൽ ചീത്തയായിപ്പോയി. കുശവന്റെ സ്വപ്നങ്ങൾക്കൊത്ത് കയറി വരാതെ അത് ഉടഞ്ഞുപോയി, അത് തകർന്നുപോയി. എന്നാൽ യിരെമ്യാവ് നോക്കി നിൽക്കുമ്പോൾ ആ ഉടഞ്ഞുപോയ, ആ തകർന്നുപോയ പാത്രത്തെ കുശവൻ മറ്റൊരു പാത്രമാക്കി മാറ്റി തനിക്ക് ബോധിച്ചതുപോലെ. കളിമണ്ണിന്റെ ഇഷ്ടപ്രകാരമല്ല, നോക്കി നിന്നവന്റെ ഇഷ്ടപ്രകാരവുമല്ല,
കുശവന് തൻ്റെ ഇഷ്ടപ്രകാരം മണ്ണിനെ മെനയുവാൻ മണ്ണിൻ്റെ മേൽ അധികാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നല്ല കുശവനാകുന്ന ദൈവം നിങ്ങളെ മെനയുകയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം നിങ്ങൾക്ക് വരുവാൻ കഴിയാതെ പാതി വഴിയിൽ പരാജയപ്പെട്ടു പോയ, പാതി വഴിയിൽ തകർന്നു പോയ ഒരു പാത്രം പോലെയായിരിക്കും നിങ്ങൾ. എന്നാൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ആ പണിയുവാൻ കഴിവുള്ള സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ പൊളിഞ്ഞുപോയ, തകർന്നു പോയ പാത്രത്തെ വീണ്ടും പണിതുയർത്തി മറ്റൊരു പാത്രമാക്കുവാൻ കുശവന് കഴിയും. ഒരുപക്ഷെ എന്തിനാ ദൈവമേ എന്നെ പൊളിച്ചത്, എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ നിലകളിലുള്ള പ്രതിസന്ധികൾ വന്നത് എന്ന് ചോദിക്കുന്നെങ്കിൽ ഉടച്ചവന് വാർത്തെടുക്കാൻ കഴിയും, ഉടച്ചവന് പണിതുയർത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളോ ഒരിക്കലും നിങ്ങളുടെ പരാജയത്തിന് കാരണമാകത്തില്ല. ഉടഞ്ഞുപോയ പാത്രമാകുന്ന നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ മറ്റൊരു പാത്രമാക്കുവാൻ, നല്ലൊരു പാത്രമാക്കുവാൻ നല്ലവനാകുന്ന കുശവന് കഴിയും. അവൻ നിങ്ങളെ പണിയും, അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. നല്ലൊരു പാത്രമായി തൻ്റെ ഹിതം പോലെ അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമാ തൻഹിതം എന്നുള്ളം നിന്നില ആഴമാ വിശ്വാസത്താ ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരുന്നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല.